ഞാൻ ദൈവത്തെ ദൈവത്തിനെയും കുടുംബത്തെയും ഓരോ പ്രിയപ്പെട്ടവരെയും സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ കാണുവാൻ സ്വർഗം ഒരുക്കുന്ന എല്ലാ കൃപകൾക്കും നിറഞ്ഞ ഹൃദയത്തോടെ നന്ദിയും സ്തോത്രവും സ്തുതിയും ദൈവസന്നിധാനത്തിൽ അർപ്പിക്കുന്നു. ദൂരസ്ഥലത്ത് നിന്ന് കുഞ്ഞുങ്ങൾ ചിലർ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അവരെ ഓർത്തും ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൃപയ്ക്കട്ടെ. പുതിയ അതിശക്തമായ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന ആരാധനയായിരുന്നു. എനിക്ക് എന്നോട് തന്നെ പറ്റുന്നതെന്ന് തോന്നി. ഞാൻ ഒരല്പം നേരത്തെ എനിക്ക് സെർമൺ ടൈം വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതിൽ ഖേദിക്കുന്നു. കാരണം അത്രമാത്രം നീണ്ടു പോകത്തക്കവണ്ണമുള്ള ഒരു സാന്നിധ്യം നിറഞ്ഞ ആരാധന ദൈവം അധികം അധികം തന്റെ കൃപകളെ നമ്മുടെ നടുവിൽ പകരുവാൻ ശക്തനായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ ധ്യാനത്തിനായി സഭാപ്രസംഗിയുടെ പുസ്തകം എക്ലേസിയാസ്റ്റസ് ചാപ്റ്റർ 11 വേഴ്സ് 10, സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവരികയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം 10-ാം വാക്യം. നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുനാൾ തുടങ്ങി നമ്മൾ കേട്ടിട്ടുള്ള വാക്യമാണ്. സൺഡേ സ്കൂളിലെ യൂത്ത് മീറ്റിങ്ങിലെ ക്യാമ്പുകളിലൊക്കെ നമ്മളെ നന്നാക്കാൻ വേണ്ടി വായിക്കുന്ന ഒരു വാക്യമാണ്. പക്ഷെ ഞാൻ ആ ഭാഗത്തിലേക്ക് ആ രീതിയിലല്ല അതിനകത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നത്. ആ വാക്യത്തിലേക്ക് കടന്നു വരാം. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. ബാല്യവും യൗവനവും മായത്രേ. ഞാൻ ആവർത്തിക്കട്ടെ അതിന്റെ പ്രധാന ഭാഗം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ വ്യസനത്തെ എടുത്ത് കളക. നിങ്ങളുടെ ദേഹത്തിൽ നിന്ന് ആ തിന്മയെ നീക്കി കളക. എന്റെ സഹോദരങ്ങളെ, ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ചിന്തിക്കുന്നത് നമ്മളുടെ വ്യസനം ദൈവം എടുത്തു മാറ്റണം, നമ്മുടെ സങ്കടം ദൈവം എടുത്തു മാറ്റണം, നമ്മുടെ വേദന, ഹൃദയത്തിന്റെ വേദന ദൈവം എടുത്തു മാറ്റണം. നമ്മുടെ ദേഹത്തിൽ ഒരു തിന്മ വന്നാൽ, നമ്മുടെ ശരീരത്തിൽ ഒരു തിന്മ വന്നാൽ അത് ദൈവം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റണം. നമ്മുടെ ദേഹത്തിലെ ഒരു തിന്മ, it may be a disease, it may be some severe disease, it may be some itching or some scars. എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ പെട്ടെന്ന് പറഞ്ഞ കർത്താവെ ഈ വേദന എന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റണേ, കർത്താവെ ഈ ചൊറിച്ചിൽ എന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റണേ, കർത്താവെ എന്റെ ശരീരത്തിന്റെ ഡിസോർഡർ ദൈവം എടുത്തു മാറ്റണമേ, ദൈവം എടുത്തു മാറ്റണമേ. എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം എന്റെ ശരീരത്തിലെ തിന്മ എടുത്തു മാറ്റണമേ എന്നാണ്. പക്ഷേ ഇവിടെ ശലോമോൻ പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തിൽ ഒരു തിന്മ വന്നാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വ്യസനം വന്നാൽ, നിങ്ങൾ അതുമായി ദൈവസന്നിധിയിൽ വന്ന് കർത്താവെ എടുത്തു മാറ്റണമേ എന്ന് പറയുകയല്ല, നിങ്ങൾ തന്നെ അത് എടുത്തു മാറ്റുക എന്ന് പറയുന്നു. എന്റെ സഹോദരങ്ങൾ, ഇവിടെ രണ്ട് വിഷയമാണ് പറയുന്നത്. ഹൃദയത്തിലെ വ്യസനം. ഹൃദയത്തിലെ വ്യസനം എന്ന് പറയുന്നത് ഒരു പിതാവിനെ സംബന്ധിച്ച് താങ്കളുടെ ഹൃദയത്തിൽ വ്യസനം വന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, എന്റെ ശരീരമല്ല, എന്റെ വിഷയമല്ല, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ഭാര്യ, എന്റെ കുടുംബം, അതാണ് എന്റെ ഹൃദയത്തിലെ വ്യസനത്തിന്റെ കാരണം. അങ്ങനെയെങ്കിൽ ഹൃദയത്തിലെ വ്യസനം എന്ന് പറയുന്നത് ഒരു ഫാമിലി പ്രോബ്ലം ആയിരിക്കാം. ദേഹത്തിലെ തിന്മ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ പ്രോബ്ലം ആയിരിക്കാം. എന്നാൽ ഈ രണ്ട് വിഷയങ്ങളെ, ഇറ്റ് മേ ബി എ ഫാമിലി ഇഷ്യൂ, ഇറ്റ് മേ ബി എ പേഴ്സണൽ ഇഷ്യൂ, അവിടെ പറയുകയാണ് ഇതിനെ രണ്ടിനെയും നിങ്ങൾ തന്നെ, നിങ്ങളുടെ ഹൃദയത്തിലെ വ്യസനത്തെ നിങ്ങൾ അങ്ങോട്ട് മാറ്റാൻ, നിങ്ങളുടെ ശരീരത്തിലെ തിന്മയെ നിങ്ങൾ അങ്ങോട്ട് നീക്കിക്കളക എന്ന് പറയുകയാണ്. വ്യസനത്തിന്റെ അടുക്കൽ അങ്ങോട്ട് മാറി നിൽക്കാൻ പറ, സങ്കടത്തിന്റെ അടുക്കൽ അങ്ങോട്ട് മാറി നിൽക്കാൻ പറ. എന്നിട്ട് ശരീരത്തിൽ പറ്റിപ്പിടിച്ച, ദേഹത്തിൽ പറ്റിപ്പിടിച്ച രോഗത്തെ നിങ്ങളിൽ വ്യാപരിക്കുന്ന അധികാരത്തിൽ നിങ്ങൾ എടുത്തുകള എന്ന് പറയുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വ്യസനവും തിന്മയുമാണ്. വ്യസനം നീക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ തിന്മയെയും നീക്കുവാൻ കഴിയും. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഇഫ് വി ആർ ഏബിൾ ടു റിമൂവ് ദ സോറോ, we will be able to move out, cast away the diseases, the evilness against us. നമുക്കെതിരെയുള്ള തിന്മകളെ നമുക്ക് നീക്കാൻ കഴിയും. നമ്മുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ദുഃഖങ്ങളെ നമുക്ക് പറിച്ചു കളയുവാൻ കഴിയുമെങ്കിൽ. അതുകൊണ്ടാണ് Proverbs 17:22 സദൃശവാക്യങ്ങളുടെ പുസ്തകം 17:22 പ്രസിദ്ധമായിരിക്കുന്ന വാക്യം, a merry heart, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു എന്ന് പറയുന്നത്. സന്തുഷ്ട ഹൃദയം. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ, നമ്മുടെ തോട്ട് പ്രോസസ്സിനെ നമുക്കൊന്ന് മാറ്റുവാൻ കഴിഞ്ഞാൽ തന്നെ ദൈവിക സൗഖ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ കഴിയും. ഞാൻ ആ വാക്യത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ വ്യസനത്തെ നിങ്ങൾ തന്നെ ഒന്ന് മാറ്റ്.
നിങ്ങളുടെ ശരീരത്തിലെ തിന്മയെ നിങ്ങൾ തന്നെ ഒന്ന് നീക്കിക്കള. നീക്കി വെക്കാനല്ല പറഞ്ഞത്, നീക്കി അതെടുത്ത് കള എന്ന് പറയുന്ന ഒരു അധികാരത്തിന്റെ ശബ്ദമാണ് അവിടെ പറയുന്നത്. എന്റെ സഹോദരങ്ങളെ, how will this happen? നമുക്കിത് എങ്ങനെ പോസിബിൾ ആക്കി എടുക്കാൻ കഴിയും? നമുക്കിതിനെ നീക്കുവാൻ കഴിയുമോ? നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് നീക്കാൻ കഴിയുമോ? നമ്മുടെ രോഗങ്ങളെ നമുക്ക് സൗഖ്യമാക്കാൻ കഴിയുമോ? നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് ഒതുക്കാൻ കഴിയുമോ? തിരുവെഴുത്ത് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിലെ വ്യസനം നിങ്ങൾ അകറ്റിയാൽ അകലും, നിങ്ങളുടെ ശരീരത്തിലെ തിന്മ നിങ്ങൾ നീക്കിക്കളഞ്ഞാൽ നീക്കപ്പെടും. ഇന്ന് പകൽ ഈ ആരാധനയിൽ അടുത്തിരിക്കുന്നവർക്ക് കരം പിടിച്ച് അവരുടെ മുഖത്ത് നോക്കി ധൈര്യത്തോട് പറ, നമ്മുടെ പ്രശ്നം നമ്മൾ തന്നെ പരിഹരിക്കുമെന്ന്. നമ്മുടെ പ്രശ്നം നമ്മൾ തന്നെ പരിഹരിക്കുമെന്ന്. അബല്ല ഹട്ടിയ മനാജര പ്രൗഢബാനിയ, നമ്മുടെ പ്രശ്നം നമ്മൾ പരിഹരിക്കും. നമുക്കെതിരായി നിൽക്കുന്ന ശത്രുവിനെ നമ്മൾ നീക്കിക്കളയും. നമുക്കെതിരായ വെല്ലുവിളിയെ നമ്മൾ ജയിക്കും. നമുക്കെതിരായ പോരാട്ടത്തെ നമ്മൾ കീഴ്പ്പെടുത്തും. നമ്മുടെ അനുഗ്രഹങ്ങളെ നമ്മൾ റിസീവ് ചെയ്തു വരുന്നവരായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. എന്റെ സഹോദരങ്ങളെ, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഭാഗം പറഞ്ഞു വരുമ്പോൾ ചിലർക്കൊക്കെ ഈ ഉപദേശത്തിന്റെ, ചിലർക്കൊക്കെ ഈ ഒരു സംഗതിയുടെ സാധ്യതകളിലേക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ആശങ്കയുണ്ടായിരിക്കാം. ഞാൻ ആ ഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഈ യേശു കർത്താവ് ബെഥെസ്ദ കുളക്കരയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ബെഥെസ്ദ കുളക്കരയിൽ യേശു കടന്നു ചെന്ന് അവിടെ ഒരു മനുഷ്യനെ കണ്ടു. അവൻ 38 വർഷമായി അല്ലെങ്കിൽ ഏറിയ കാലമായി അവിടെ കിടക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് യേശു ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ആമേൻ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകുവാൻ? നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? നിന്റെ മനസ്സിനകത്ത് സൗഖ്യമാകുവാൻ, നിന്റെ മനസ്സിനകത്ത് സുഖമാകുവാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, നിന്റെ മനസ്സാണ് നിന്റെ സൗഖ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുകയാണ്. അവിടെ ആ മനുഷ്യൻ പറയുന്നതിന്റെ ഒരു കാരണം, ദൂതൻ ഞാൻ ആഗ്രഹിക്കുമ്പോഴൊന്നും ദൂതൻ വന്നിട്ടില്ല. ദൂതൻ ഇറങ്ങി കുളം കലക്കുന്ന ബെഥെസ്ദ കുളത്തിന്റെ തീരത്തിരുന്ന് ഈ മനുഷ്യൻ പറയുക, ഞാൻ എത്രയോ ദിവസം പോയി അവിടെ കാത്തിരുന്നു, അന്നേരം ഒന്നും ദൂതൻ വന്നില്ല. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് മേളിലോട്ട് എന്നെ എടുത്ത് മാറ്റിയ ഉടനെ ദൂതൻ വന്നു. ഒന്നാമത്തെ തെറ്റ് ദൂതന്റേത്. രണ്ടാമത്തേത് പറയുന്നത്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ വന്നാലും ആരും എനിക്കൊന്നും മാറി തന്നില്ല. മൂന്നാമത്തെ പ്രശ്നം, ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്നെക്കാട്ടിലും ബലവാന്മാർ ചെന്ന് ഇറങ്ങുകയാണ്, എന്നെക്കാട്ടിലും കയ്യൂക്കുള്ളവർ ചെന്ന് ഇറങ്ങുകയാണ്. താൻ അത്ര നാളും തന്റെ സൗഖ്യത്തിന്, തന്റെ വിടുതലിന് തടസ്സമായി സാഹചര്യങ്ങളെ, മറ്റു മനുഷ്യരെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് വന്നിട്ട് പറയാ, നിന്റെ സൗഖ്യത്തിന്റെ തടസ്സമായി, നിന്റെ അനുഗ്രഹത്തിന്റെ തടസ്സമായി നീ ആരെയും പഴി പറയണ്ട. ഞാൻ ഇന്ന് നിന്നോട് ചോദിക്കുന്നു, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിഷയങ്ങളെ നോക്കിയിട്ട് പറ, കർത്താവേ, എനിക്ക് മനസ്സുണ്ട്, എനിക്കൊരു അനുഗ്രഹിക്കപ്പെടുവാൻ മനസ്സുണ്ട്, എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്, എന്റെ കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവെ, എനിക്ക് രോഗബന്ധനങ്ങളെ അഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവെ, എനിക്ക് അത്ഭുതങ്ങൾ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് വിടുതലുകൾ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സൗഖ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് വിശുദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കൊരു മനസ്സുണ്ട്. അബല്ല ഡാറമഹസ്യത്വരാതെ ഇന്ന് പറഞ്ഞോട്ടെ, കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന അളവിലെത്താൻ എനിക്കൊരു മനസ്സുണ്ട്. കർത്താവ് ചോദിക്കാണ്, ആമേൻ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ നിന്നെ സൗഖ്യം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ സൗഖ്യം നിങ്ങളിലേക്ക് ഇന്ന് പ്രാപിക്കുക തന്നെ ചെയ്യും. ഇന്ന് അത് ആകയാൽ ആമേൻ, നമ്മുടെ സൗഖ്യം, നമ്മുടെ അനുഗ്രഹം അത് വേറൊരുതിന് തടയുവാൻ കഴിയുമെന്നുള്ള ചിന്താഗതി വിട്ടാട്ടെ, പകരം നമ്മുടെ മനസ്സ് എത്രത്തോളം ഒരുക്കുന്നോ അത്രത്തോളം അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിപ്പാൻ കഴിയും. എന്റെ സഹോദരങ്ങളെ, ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. ഒന്ന്, മൈൻഡ് ടു ബി ഹീൽഡ്. ആമേൻ, നമുക്ക് തന്നെ നമ്മുടെ we can move out, we can remove our sorrows and pain. How? We need a mind to be healed. We need a mind. നമുക്കൊരു മൈൻഡ്, ഒരു മനസ്സുണ്ടാകണം ഹീലാകുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, മത്തായി സുവിശേഷം 9-ാം അധ്യായം 27-28 വാക്യങ്ങൾ, യേശു കർത്താവിന്റെ അടുക്കലേക്ക് കുരുടന്മാർ വിളിക്കുകയാണ്, ദാവീദ് പുത്രാ
ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് യേശുവിനെ പിന്തുടരുകയാണ്. 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് അവരുടെ അടുക്കൽ യേശു അവരുടെ അടുക്കൽ തിരികെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചോ? ആമേൻ. അടുത്ത വാക്യത്തിൽ യേശു പറയുകയാണ്, നിന്റെ വിശ്വാസം പോലെ, നിങ്ങളുടെ വിശ്വാസം പോലെ. 29-ാം വാക്യത്തിൽ അവരുടെ വിശ്വാസം പോലെ അവർക്ക് ഭവിച്ചിട്ട് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ യോഹന്നാൻ 5:6 ഞാൻ നിങ്ങളോട് പറഞ്ഞു, എ മൈൻഡ് ടു ബി ഹീൽഡ്. അങ്ങനെയെങ്കിൽ മത്തായി 9:28 പറയുകയാണ്, എ ഫെയ്ത്ത് ടു ബി ഹീൽഡ്, എ ഫെയ്ത്ത് ടു ബി ഡെലിവേർഡ്, എ ഫെയ്ത്ത് ടു ബി ബ്ലെസ്ഡ്, എ ഫെയ്ത്ത് ടു ബി എക്സോൾട്ടഡ്. ജീവിതത്തിൽ ആമേൻ നിങ്ങളുടെ അനുഗ്രഹവും മഹത്വവും നിങ്ങളുടെ ഉയർച്ചയും നിങ്ങളുടെ സൗഖ്യവും ആമേൻ. Do you have the faith to be blessed? Do you have the faith to be healed? Do you have the faith to be exalted? ഉയർത്തപ്പെടുവാൻ, മാനിക്കപ്പെടുവാൻ, കയറുവാൻ, സൗഖ്യമാകുവാൻ, വിടുതലെടുക്കുവാൻ ഉള്ള വിശ്വാസം എനിക്കുണ്ടോ? യേശു കർത്താവിന് പലയിടങ്ങളിലും സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. യേശു കർത്താവിന്റെ എല്ലാ ക്രൂസൈഡുകളും വമ്പൻ വിജയമല്ലായിരുന്നു. ഞാൻ ആവർത്തിക്കട്ടെ, യേശു കർത്താവിന്റെ എല്ലാ ക്രൂസൈഡുകളും വൻപൻ വിജയമായിരുന്നില്ല. കാരണം അവരുടെ അവിശ്വാസം ഹേതുവായി അവനവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല എന്ന് തിരുവെഴുത്തു പറയുന്നു. എവിടെയൊക്കെ ക്രൂസൈഡുകൾ ദൈവത്തിന്റെ പൂർണ്ണ മഹത്വം വെളിപ്പെടാതിരുന്നോ, അതിന്റെ റീസൺ ഒന്നും മാത്രമായിരുന്നു, അവിശ്വാസം എന്നുള്ളത്. ദൈവം കർത്താവ് ബഥാനിയയിൽ ലാസറിന്റെ വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, manifest thy faith, then I shall manifest my glory. If you are able to display your faith, I will display my glory. ഇന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മളുടെ ഹൃദയത്തിലെ വ്യസനത്തെ അകറ്റുന്നത് നമ്മളുടെ വിശ്വാസമാണ്. നമ്മുടെ ശരീരത്തിലെ തിന്മയെ അകറ്റുന്നത് നമ്മളുടെ വിശ്വാസമാണ്. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് കഫർനഹൂമിലെ വീട്ടിൽ കുരുടന്മാരെ യേശു സൗഖ്യമാക്കുന്നത് അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കഫർനഹൂമിലെ വീട്ടിൽ 4 പേർ ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ടുവന്ന് കിടത്തുമ്പോൾ അവനെ സൗഖ്യമാക്കി എഴുന്നേൽപ്പിച്ചു വിടുന്നത് അവരുടെ ആ ചുമന്നുകൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ കണ്ടിട്ടാണ്. കനാന്യ സ്ത്രീ, സുറഫോന്യക്കാരത്തിയായ സ്ത്രീയുടെ മകളെ യേശു സൗഖ്യമാക്കിയത് അവളുടെ വിശ്വാസത്തെ കണ്ടിട്ടാണ്. ഹല്ലേലൂയ. 12 വർഷം രക്തസ്രവമുള്ള സ്ത്രീ യേശുവിനെ വന്ന് തൊട്ടു. യേശു തൊട്ടിട്ടല്ല അവൾ സൗഖ്യമായത്, യേശു സംസാരിച്ചിട്ടല്ല അവൾ സൗഖ്യമായത്, യേശുവിന്റെ പ്രസംഗത്തിലല്ല അവൾ സൗഖ്യമായത്, യേശു നുറുക്കി കൊടുത്ത അപ്പത്തിലല്ല സൗഖ്യമായത്, യേശു കൈവച്ചല്ല അവൾ സൗഖ്യമായത്. ആമേൻ. അവൾ യേശുവിനെ തൊട്ടു. ഇന്ന് വിശ്വസിച്ചാട്ടെ, കർത്താവ് എന്നെ തൊടുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം, ഞാൻ കർത്താവിനെ തൊടുന്നതിലാണ് വിഷയം. കർത്താവ് എന്നോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതല്ല. കർത്താവിങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. കർത്താവ് ശക്തിയെ റിലീസ് ചെയ്യുകയായിരുന്നില്ല, കർത്താവ് അറിയാതെ കർത്താവിങ്കിൽ നിന്ന് ശക്തി റിലീസ് ചെയ്യപ്പെടുകയായിരുന്നു. ആമേൻ. കർത്താവ് തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് യേശു പറഞ്ഞു. അപ്പൊ താൻ അറിഞ്ഞിട്ട് ശക്തി കൊടുക്കുകയല്ല, കർത്താവ് അറിഞ്ഞുകൊണ്ട്, വിത്ത് ഹിസ് നോളജ്, നോ വിത്തൗട്ട് ഹിസ് നോളജ്. ഇവിടെ വ്യക്തമായി പറയുകയാണ്, തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് കർത്താവ് അറിഞ്ഞിട്ട്, തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് കർത്താവ് അറിഞ്ഞിട്ട്. അപ്പൊ കർത്താവ് ശക്തി പുറപ്പെടുന്നതിന് മുമ്പ് കർത്താവ് അറിയാതെ കർത്താവിൽ നിന്ന് എന്ത് ചെയ്തു? ഇവൾ സൗഖ്യത്തെ മേടിച്ചെടുത്തു. കർത്താവ് അറിയാതെ കർത്താവിൽ നിന്ന് പവറിനെ അവൾ മേടിച്ചെടുത്തു. ഹോളി സ്പിരിറ്റ്. അവിടെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം കൊണ്ട് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്. എല്ലാവരും യേശുവിന്റെ മുമ്പിൽ നിൽക്കുക, എന്നെ ഒന്ന് തൊടു കർത്താവേ, എന്നെ ഒന്ന് തൊടു കർത്താവേ, എന്നെ ഒന്ന് നോക്ക് കർത്താവേ, എന്നോടൊന്ന് മിണ്ടു കർത്താവേ, എന്നെ ഒന്ന് സൗഖ്യമാക്കി കർത്താവേ. പക്ഷെ ഇവൾ പുറകിൽ കൂടെ വന്നിട്ട് യേശു അറിയാതെ യേശുവിന്റെ ശക്തി ഇവള് പിടിച്ചു. തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് യേശു അറിഞ്ഞു. യേശു അറിഞ്ഞുകൊണ്ട് ശക്തി കൊടുത്തെന്നല്ല പറഞ്ഞത്. After the power release, then only, അതിനുശേഷം മാത്രമാണ് കർത്താവ് അറിഞ്ഞത്. അതാണ് വിശ്വാസം. We need a mind to be healed, blessed, and we need a faith to be blessed. സ്തോത്രം. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം. അവിടെ നാം വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 6-7 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ
അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോഹന്നാനും പത്രോസും ദൈവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുകയാണ്. ആ ഭിക്ഷക്കാരൻ അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവനെ സൂക്ഷിച്ചു നോക്കി. 5-ാം വാക്യം 6-ാം വാക്യം, അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. എന്റെ സഹോദരങ്ങളെ, ഈ മനുഷ്യൻ, ഈ ഭിക്ഷക്കാരൻ ഇവരുടെ അടുക്കൽ ചോദിക്കുന്നത്, എനിക്ക് പൊന്നോ വെള്ളിയോ കിട്ടുമോ? അല്ലെങ്കിൽ പണം പ്രതീക്ഷിച്ചാണ് അവൻ കൈനീട്ടുന്നത്, അവരെ നോക്കുന്നത്. ഉടനെ ആദ്യത്തെ വാക്ക് ആ മനുഷ്യന്റെ പ്രതീക്ഷയെ തകർത്തുകൊണ്ടാണ് പറയുന്നത്. നീ പ്രതീക്ഷിച്ച സാധനം ഇവിടെ ഇല്ല, നീ പ്രതീക്ഷിച്ച സാധനം ഇവിടെ ഇല്ല, പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള സാധനം നിനക്ക് തരാം. ഇന്ന് രാത്രി ഇന്നെന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു ഷോപ്പിൽ ചെന്ന് ഒരു സാധനം ചോദിച്ചു. അവര് പറയുകയാണ്, നിങ്ങൾ ചോദിച്ച സാധനം എവിടില്ല, ഞങ്ങളുടെ കയ്യിലുള്ള സാധനം തരാമെന്ന്. നമ്മൾ എന്തോ പറയും? അത് ചേട്ടന്റെ കയ്യിൽ തന്നെ വെച്ചോളാൻ പറയും. അത് ചേട്ടന്റെ കയ്യിൽ തന്നെ വെച്ചു. ഞാൻ പ്രതീക്ഷിക്കുന്ന സാധനം എനിക്ക് തരാനില്ല, നിങ്ങൾ വിൽക്കുന്ന സാധനം ഞാൻ മേടിക്കണമെങ്കിൽ എനിക്ക് വേണ്ട. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു ഭിക്ഷക്കാരന്റെ അടുക്കൽ നമ്മൾ പറയാണ്, ഒരു ഭിക്ഷക്കാരൻ നമ്മുടെ അടുക്കൽ കാശി ചോദിച്ചു വരിക. ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും ഭിക്ഷക്കാരല്ല, സഹായം ചോദിച്ചു വരുന്നവരാ. സഹായം ചോദിച്ച ഒരാൾ നമ്മുടെ അടുക്കൽ വരികയാണ്. എന്നിട്ട് അദ്ദേഹം നമ്മുടെ അടുക്കൽ സഹായം ചോദിച്ച് നമ്മുടെ അടുക്കൽ വരുമ്പോ നമ്മള് പറയുകയാണ്, ചേട്ടന് തരാൻ ഞങ്ങളുടെ ഈ കാശൊന്നുമില്ല, പകരം ഞങ്ങള് വേറെ ചില കാര്യങ്ങൾ, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ എത്ര ഗതികെട്ട മനുഷ്യനാണെങ്കിലും നമ്മുടെ അവിടെ നിന്ന് കേൾക്കൂ. 1 മിനിറ്റ് 2 മിനിറ്റ് കേട്ട് കഴിയുമ്പോൾ പറയും, ചേട്ടാ വല്ലതും തരാനുണ്ട്, ഞാൻ വീട്ടിൽ പോവാന്ന് പറയും. ഈ മനുഷ്യനെ കണ്ടോ? ഈ മനുഷ്യന്റെ അടുക്കൽ ഞങ്ങൾക്ക് പൊന്നും വെള്ളിയും ഇല്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം, നീ ചോദിക്കുന്നത് ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് തരാം, മേടിക്കുന്നോ എന്ന് ചോദിച്ചു. പത്രോസ് കൈ നീട്ടി. ഈ മനുഷ്യൻ എന്തോ ചെയ്തെന്നറിയാവോ? പത്രോസിന് കൈ കൊടുത്തു. പത്രോസിന് കൈ മാത്രമല്ല കൊടുത്തത്, he was opened to receive what Peter gives. പത്രോസ് കൊടുക്കുന്നത് റിസീവ് ചെയ്യാൻ ഉള്ള ഓപ്പൺനെസ്, എ റെസിപ്പിയന്റ് ഹാർട്ട്, എ റെസിപ്പിയന്റ് മൈൻഡ്, എ റെസിപ്പിയന്റ് ലൈഫ്. പത്രോസ് കൊടുക്കുന്നതിനെ മേടിക്കാനുള്ള ഒരു മനസ്സ് ഈ ഭിക്ഷക്കാരനുണ്ടായിരുന്നു. വെറും കൈയോടുകൂടെ പത്രോസിന്റെ കയ്യിൽ ഒന്നുമില്ലാതെ പത്രോസ് കൈ നീട്ടിയ ഉടനെ ഈ ഗോപുരവാതിൽക്കൽ ഇരുന്ന ഭിക്ഷക്കാരൻ, ഈ മുടന്തൻ പത്രോസിന്റെ നേരെ കൈ നീട്ടുകയാണ്. The openness, the recipient heart to receive the blessing. Holy Spirit. ഇന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളെ, we need an openness to have miracles. We need an openness to have miracles. ഞാന് പൊതു ശുശ്രൂഷയ്ക്ക് പോകുന്ന ഒരു ശീലം കൂടെ ഉണ്ടായതുകൊണ്ട് ചില ഇടങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം, they are not open to Holy Spirit, they are not open to word. ചില ഇടങ്ങളിൽ ചെന്നാൽ പരിശുദ്ധാത്മാവിനോ കൃപാവരങ്ങൾക്കോ അഭിഷേകത്തിനോ അവർ ഓപ്പൺ അല്ല. ഇനി മറ്റു ചില ഇടങ്ങളിൽ ചെന്നാൽ പരിശുദ്ധാത്മാവിനും ഉണർവിനും ഒക്കെ അവർ ഓപ്പൺ ആണ്, പക്ഷേ വേർഡിന്, റെവലേഷന്, ദൈവത്തിന്റെ വചനത്തിന് അവർ ഓപ്പൺ അല്ല. പക്ഷെ ഈ മനുഷ്യൻ, ദ ഓപ്പൺനെസ് ടു റിസീവ്. ജീവിതത്തിൽ നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായി ദൈവം നമ്മളിലേക്ക് എന്തെങ്കിലും ഒന്ന് ഇമ്പാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ റിസീവ് ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ, ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത ജനറേഷനെയൊക്കെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞിനൊരാഗ്രഹം, അവന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ വേണം.
പക്ഷെ ദൈവം അതിന്റെ ഇപ്പുറത്ത് അവന് വേറെ ഒരു ഓപ്ഷൻ കൊണ്ട് കൊടുക്കുകയാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അവനെ 3 കോളേജിൽ നിന്ന് വിളിച്ചു. പക്ഷെ ഇവൻ എന്താ പറയും? എനിക്ക് മെക്കാനിക്കൽ മാത്രം മതി. ഭിക്ഷക്കാരന്റെ കാര്യമൊക്കെ വിടും. ദൈവത്തിന് ഒരുപക്ഷെ ദൈവത്തിന്റെ മനസ്സിനകത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് കമ്പനിക്കകത്ത് അവനെ സൂപ്പർ എഞ്ചിനീയർ ആക്കാനായിരിക്കാം ദൈവം ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത്. +2 കഴിഞ്ഞിട്ട് ദൈവം അവന് 3 വലിയ കോളേജിൽ നിന്ന് ട്രിപ്പിൾ കൊടുത്തു, അല്ലെ ഈസി കൊടുത്തു. അവൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ME ആണെങ്കിൽ മാത്രം. We must have an openness to receive what God provides. ദൈവം നൽകുന്നതിനെ അവൻ കൈനീട്ടി സ്വീകരിക്കാൻ ഉള്ള ഒരു മനസ്സ്. പഴയ കാലത്ത് ഭക്തന്മാർ പാടി, അന്ധകാരം ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാം ആശീർവാദം നിന്റെ ഹീതം പോലെ എന്നെ നിത്യം നാട് ചീടേടമേ. നമ്മുടെ ടെമ്പററി ആഗ്രഹങ്ങളെക്കാട്ടിലും ദൈവത്തിന്റെ ദ ഗ്ലോറിയസ് പർപ്പസ്, നമ്മളുടെ കൊച്ചു സ്വപ്നങ്ങളെക്കാട്ടിലും ദൈവത്തിന്റെ വലിയ പദ്ധതികളെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, നമ്മുടെ ചെറിയ സ്വപ്നങ്ങളെക്കാട്ടിലും ദൈവത്തിന്റെ വലിയ പദ്ധതികളെ റിസീവ് ചെയ്യാൻ കഴിയുമെങ്കിൽ, we can make miracles in our life. നമ്മളിൽ അനേകരുടെയും ജീവിതം പാളിപ്പോകുന്നതിന്റെ ഒരു കാരണം ദൈവത്തിന്റെ വലിയ പദ്ധതികളെക്കാട്ടിലും നമ്മുടെ കൊച്ചു സ്വപ്നങ്ങളിലാണ് ഇഷ്ടം. ദൈവത്തിന്റെ വലിയ ന്യൂട്രീഷനെ കാട്ടിലും നമ്മുടെ കൊച്ചു ടേസ്റ്റുകളാണ് നമ്മുടെ ഇഷ്ടം. ഹോളി സ്പിരിറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ ഇന്ന് ഭയങ്കരമായിട്ട് ഇന്ന് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ഭാഗമാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി. ഇനിയിപ്പോ D3യുടെ ടാബ്ലറ്റ് ഒക്കെ സാധാരണമായിട്ടുള്ള ഒരു സംഗതിയായി ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വർദ്ധിച്ചു വരികയാണ്. കാരണം ന്യൂട്രിയൻ ഫുഡിനെക്കാട്ടിലും ടേസ്റ്റി ഫുഡിന് മനുഷ്യൻ പ്രിഫറൻസ് കൊടുക്കുന്നു. If you are open to what God provides, to the will of God, to the purpose of God, to the master plan of God, നമുക്ക് അതിനകത്ത് കാര്യങ്ങളെ സാധിച്ചെടുക്കാൻ കഴിയും. എന്റെ സഹോദരങ്ങളെ, നിങ്ങളൊരു വീട് പണിയുമ്പോൾ നിങ്ങളുടെ അകത്തൊരു സ്വപ്നം കാണും. പക്ഷെ നിങ്ങളൊരു ആർക്കിടെക്റ്റിനെ വിളിക്കുമ്പോൾ, നിങ്ങളൊരു ബിൽഡറെ വിളിക്കുമ്പോൾ, ആ ബിൽഡറുടെ അടുക്കൽ നിങ്ങൾ എനിക്ക് ഇത് വേണമെന്ന് പറയുന്ന ഉടനെ ആ ബിൽഡർ പറയും, സാർ അതൊരു 20 വർഷം മുമ്പുള്ള ടെക്നോളജി ആയിരുന്നു, ഇപ്പോൾ അതല്ല ടെക്നോളജി, ഇപ്പോൾ അതല്ല ട്രെൻഡ്, ഇതാണെന്ന് പറയും. നമ്മുടെ സ്വപ്നങ്ങൾ പലപ്പോഴും ഔട്ട്ഡേറ്റഡ് ട്രെൻഡ്സിനകത്തായിരിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ പലപ്പോഴും കാലഹരണപ്പെട്ട സംഗതികളായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ കാലഹരണപ്പെട്ടതായതോ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയതോ ട്രെൻഡി ആയതായിട്ടോ ഉള്ളതല്ല. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ദൈവം ഭാവിയെ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. Be open to the master plan of God. Be submissive to the master plan of God. ഞാൻ ആവർത്തിക്കട്ടെ, നമ്മൾ പലപ്പോഴും ഇന്നലകളിലെ ടെക്നോളജി കണ്ടായിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ട്രെൻഡ് കണ്ടായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു കാര്യം ചെയ്യുന്നത് ഇന്നലകളിലെ ഹിസ്റ്ററി നോക്കിയിട്ടല്ല, ഇന്നത്തെ കണ്ടംപററി സിറ്റുവേഷൻ നോക്കിയിട്ടല്ല, ദൈവം ഫ്യൂച്ചറിനെ നോക്കിയാണ് ദൈവം കാര്യങ്ങളെ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ME പകരം ദൈവം ട്രിപ്പിൾ ആയിരിക്കും തരുന്നത്. അതിനകത്ത് be open, be recipient before God, then we can see miracle. ആ ഭിക്ഷക്കാരൻ ആഗ്രഹിച്ചതുപോലെ പത്രോസും യോഹന്നാനും പൊന്നോ വെള്ളിയോ കൊടുത്തിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ അവിടെ തന്നെ ഇരുന്നേനെ. പക്ഷേ beyond his thoughts, beyond his imaginations, beyond his expectations, beyond his experience, he was open to receive whatever they
provide. പത്രോസും യോഹന്നാനും എന്തോ കൊടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, ദേ പിടിച്ചോ. ആ മനുഷ്യൻ പത്രോസിന് കൈ കൊടുത്തു. Are you ready to give hands to the purpose of God? ദൈവത്തിന്റെ പദ്ധതികൾക്ക് കൈ കൊടുക്കാമോ? You can remove the sorrow. You can cast away the evil powers. നിന്റെ ഹൃദയത്തിലെ വ്യസനത്തെ നീ നീക്ക്. നിന്റെ ദേഹത്തിലെ തിന്മയെ നീ അഴിച്ചുകളാം. If you are ready to give hands to the purpose of God, ഇന്ന് രാത്രി ദൈവത്തോട് പറ, Lord, I am ready to give hand to the purpose of God. ദൈവ പദ്ധതിക്ക് കൈതരാൻ ഞാൻ ഒരുക്കമാണ് കർത്താവേ. അതരം തുറന്നു പറഞ്ഞേ, ദൈവ പദ്ധതികൾക്ക് കൈതരുവാൻ ഞാൻ ഒരുക്കമാണ് കർത്താവേ. ആമേൻ. ഈ മനുഷ്യൻ പത്രോസും യോഹന്നാനും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ തന്റെ വലങ്കൈ നീട്ടി പോസിറ്റീവ്ലി വലങ്കൈ നീട്ടി. ആ നീട്ടപ്പെട്ട വലങ്കൈയിലേക്ക് പിടിച്ചു. ആ മനുഷ്യൻ കൂനിക്കൂടി ഇരുന്നപ്പോൾ പത്രോസ് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചില്ല, പത്രോസ് കാല് തിരുമ്മി പ്രാർത്ഥിച്ചില്ല, പത്രോസ് തോള് തിരുമ്മി പ്രാർത്ഥിച്ചില്ല. ഈ മനുഷ്യൻ നീട്ടിയ വലങ്കൈയിലാണ് പത്രോസ് പിടിച്ചത്. If you are ready to stretch your right hand, the purpose of God will be connected with you. നിന്റെ ഹൃദയത്തിലെ വ്യസനത്തെ നീ അകറ്റ്. ഒരു വ്യസനത്തിന് ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ ഇടം കൊടുക്കത്തില്ല. No sorrow shall halt in my life. അതിനെ ഇനി ആ സങ്കടം എന്റെ വീട്ടിൽ ഇരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ എന്റെ വലങ്കൈ ദൈവ പദ്ധതിക്ക് നീട്ടും. ട്രാൻസ്ഫോം ചെയ്യപ്പെടും. Holy Spirit, let us have the faith, let us have the mind, let us have the openness. ഇനി വലങ്കൈ നീട്ടിക്കൊടുത്ത് പിടിച്ചു, എഴുന്നേറ്റു, നരിയാണി ഉറച്ചു. ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? ആ ഉറച്ചുടനെ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. തന്റെ എക്സ്പീരിയൻസുകളെല്ലാം താൻ മറന്നു. കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. എന്റെ സഹോദരങ്ങളെ, ഒരു വിധത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തെ, ആ മനുഷ്യനെ അവിടെ സ്ഥിരമായി കൊണ്ടിരുത്തുന്ന അവന്റെ യജമാനന്മാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ മനുഷ്യന്റെ അടുക്ക് പറഞ്ഞനെ, എടാ, ഇവര് നിന്നെ എഴുന്നേൽപ്പിച്ചു വിട്ടാൽ നീ നാളെ തുടങ്ങി എങ്ങനെ ജീവിക്കും? നീ ഇത്രയും നാളായിട്ട് നിനക്ക് എന്തോ അറിയാം? നീ നാളെ തുടങ്ങി എങ്ങനെ ജീവിക്കും? നീ അവർക്ക് വലങ്കൈ കൊടുത്ത് അവര് പിടിക്കുന്നതിന് നീ കുതിച്ച് ചാടി എഴുന്നേറ്റ് അവരുടെ കൂടെ നടന്നും തുള്ളിയും ദൈവാലയത്തിൽ നീ പോയാൽ, ഈ നാട്ടുകാര് കാണുക നീ തുള്ളിച്ചാടി എഴുന്നേറ്റ് നടന്നാല് നിനക്ക് പിന്നെ ഇവിടെ ഇരുന്ന് ഭിക്ഷ യാചിക്കാൻ പറ്റുമോ? നിനക്ക് പിന്നെ ഇവിടെ ഇരുന്ന് നന്മ പ്രാപിക്കാൻ കഴിയുമോ? നിനക്ക് പിന്നെ നീ എഴുന്നേറ്റ് നടന്നാൽ ഞങ്ങള് പിന്നെ നിനക്ക് ശമ്പളം തരത്തില്ല. നീ എഴുന്നേറ്റ് നടന്നാൽ പിന്നെ ഈ വരിയിൽ നിന്നെ ഞങ്ങൾ ഇരുത്തത്തില്ല. You will be outcasted from this community. ഇന്ന് രാത്രി ഇന്ന് ഞാൻ എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് പറയാം, ചില വിടുതലുകളിലേക്ക് നമ്മൾ കൈനീട്ടാൻ തുടങ്ങുമ്പോൾ, ചില അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ കൈനീട്ടാൻ തുടങ്ങുമ്പോൾ, ചില വെളിപ്പാടുകളിലേക്ക് നമ്മൾ ഓപ്പൺ ആകാൻ തുടങ്ങുമ്പോൾ, sometimes we may be outcasted from the community and the society. അന്ന് വരെ നമുക്കുണ്ടായിരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും എല്ലാ സാധ്യതകളും അവിടെ അവസാനിക്കും. ഈ മനുഷ്യൻ ഒരു 40 വയസ്സുണ്ടായിരുന്നു എന്നിരിക്കട്ടെ, ഈ മനുഷ്യൻ ഒരു പ്രായമുള്ള മനുഷ്യനായിരുന്നു എന്നിരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ മനുഷ്യന്റെ ഇത്ര നാളും അറിയാവുന്നത് എന്തായിരുന്നു? ഇത്ര നാളും അറിയാവുന്ന തൊഴിൽ, അവൻ വരുന്നവരെയും പോകുന്നവരുടെയും അളവറിഞ്ഞ് അവരുടെ ഭാവം അറിഞ്ഞ് വിളിക്കേണ്ടിയവരെ വിളിച്ച് കാശ് മേടിക്കാനായിരുന്നു. പക്ഷേ അവൻ ഇനിയും വർഷങ്ങളായി ചെയ്തു വന്ന തൊഴിൽ ഇനി അവന് ചെയ്യാൻ കഴിയത്തില്ല. അതവന്റെ ഒരു തൊഴിലായിരുന്നു. അവൻ വീട്ടിലിങ്ങനെ മുടന്തനായിട്ട് കിടന്നപ്പോ അവന്റെ വീട്ടിൽ ചെന്ന് 4 കൂട്ടുകാർ പറഞ്ഞു, എടാ, നീ ഇങ്ങനെ വെറുതെ
കിടക്കാതെ ഞങ്ങളുടെ അവിടെ ഒരു ഏജൻസി ഉണ്ട്, ആ ഏജൻസിയുമായിട്ട് കണക്ട് ആയാല് ആ ഏജൻസി കൊണ്ടുവന്ന് യെരൂശലേം ദേവാലയത്തിൽ ദ ബ്യൂട്ടി ഗേറ്റ് എന്ന് പറഞ്ഞ ജാതികൾക്ക് വേണ്ടിയുള്ള ഒരു ഗേറ്റ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി നിന്നെ ഇരുത്തും. നീ ഒന്നും അറിയണ്ട, അവരുടെ കമ്പനി വണ്ടി ഇവിടെ വന്ന് നിന്നെ എടുത്തോണ്ട് പോക്കോളും, അവിടെ കൊണ്ടുപോയി ഇരുത്തും. 8 മണിക്കൂർ ജോലി കഴിയുന്ന ഉടനെ കമ്പനി വണ്ടിയെ നിന്നെ വീട്ടിൽ കൊണ്ടുവിടും. നിനക്ക് കിട്ടുന്ന കാശിനകത്തുനിന്ന് അവരെത്രാന്ന് വെച്ചാൽ എടുത്തിട്ട് ദിവസം 150 റിയാല് വെച്ച് നിനക്ക് തരും. കുഞ്ഞെ, നിന്റെ ജീവിതം സുഖമായിരിക്കും. ഇവന് അവന്റെ കൂട്ടുകാർ കണക്ട് ചെയ്ത് കൊടുത്ത ഒരു ഏജൻസി വഴി ഇവൻ ഇവിടെ ബ്യൂട്ടി ഗേറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവന്റെ ജോലി പോയി, അവന്റെ കമ്മ്യൂണിറ്റിയിൽ അവൻ ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ടു. ഇവൻ നടന്നും തുള്ളിയും വീട്ടിൽ വന്നപ്പം വീട്ടുകാർ പറഞ്ഞു കാണും, കൊള്ളാം, നടന്നു വന്നതൊക്കെ കൊള്ളാം, നാളെ തൊട്ട് പോയി ജോലി ചെയ്തോണം. He was ready to take the risk. എല്ലാ വിടുതലുകളും ബ്ലെസ്സിങ് ആയിരിക്കത്തില്ല, ചിലത് റിസ്ക് ആയിരിക്കും. He was ready to leave his comfort zone, the openness. Amen. പലപ്പോഴും വിടുതലിൽ അനുഗ്രഹങ്ങളിലേക്കുള്ള വഴി ഒത്തിരി നാരോ ഗേറ്റ് ആയിരിക്കും. If we are open, ready to pass through it, we can see miracles. Amen. നമ്മുടെ ഹൃദയത്തിലെ വ്യസനം നമ്മൾ തന്നെ നീക്കാൻ തുടങ്ങണം. നമ്മുടെ ശരീരത്തിലെ തിന്മ നമ്മൾ തന്നെ നീക്കാൻ തുടങ്ങണം. ഞാന് ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. 2 Samuel chapter 12 and verse 20. ദാവീദിന്റെ കുഞ്ഞ് മരിക്കുന്ന സമയമാണ്. ദാവീദിന്റെ കുഞ്ഞ് മരിക്കുന്ന വരെയും ദാവീദ് മുറിയിൽ കയറി നിലത്ത് കിടന്ന് കുളിക്കാതെ വസ്ത്രം മാറാതെ കരഞ്ഞുകൊണ്ടേയിരിക്കും. മരിച്ചു കഴിഞ്ഞപ്പം ഭൃത്യന്മാർക്കെല്ലാം ഭയമായി. വയ്യായെന്ന് പറഞ്ഞപ്പോഴേ ഇത്രയും പ്രശ്നമായിരുന്നു, ഇനി മരിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവരിങ്ങനെ വന്നിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന കണ്ടപ്പം ദാവീദ് പതുക്കെ തല ഉയർത്തിയിട്ട് ചോദിച്ചു, കുഞ്ഞു പോയോ? ഒരു പറഞ്ഞു പോയി. ഉടനെ ദാവീദ് നിലത്തുനിന്ന് എഴുന്നേറ്റു. ഭൃത്യന്മാരാരെങ്കിലും വന്ന് ദാവീദിനെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിച്ചു? നോ. ദാവീദ് നിലത്തുനിന്ന് എഴുന്നേറ്റു, കുളിച്ചു, തൈലം പൂശി, വസ്ത്രം മാറി, യഹോവയുടെ ആലയത്തിൽ ചെന്ന് നമസ്കരിച്ചു, അരമനയിൽ വന്നു. അവന്റെ കൽപ്പന പ്രകാരം അവർ ഭക്ഷണം അവന്റെ മുമ്പിൽ വെച്ചു, അവൻ ഭക്ഷിച്ചു. ഞാൻ ഇനി ഇംഗ്ലീഷിലേക്ക് കടന്നു വരാം, അവിടെയാണ് വളരെ മനോഹരമായി എഴുതിയിരിക്കുന്നത്. Then David arose from the earth. ആരും തന്നെ സഹായിച്ചില്ല. And last, അടുത്ത വാക്ക് കണ്ടോ? And anointed himself. തന്റെ അനോയിന്റിങ്ങിന് വേണ്ടി താൻ തന്നെ വില കൊടുക്കുകയായിരുന്നു. ഇതൊക്കെ ഒരു ഇമ്പാർട്ടേഷന്റെ സീസണാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എവിടുന്നെങ്കിലും പ്രാപിക്കാൻ വേണ്ടി ആൾക്കാർ കരയും കടലും കടന്ന് എവിടെയെങ്കിലും ഒക്കെ പോയി ഇത് മേടിക്കണം. പക്ഷെ ഇവിടെ പറയുകയാണ്, he and anointed himself. തനിയെ എഴുന്നേറ്റു, anointed himself. സാധാരണമായി ഒരു രാജാവിന് എണ്ണ പൂശുന്നത് ഒരുപക്ഷെ പരിചാരകരായിരിക്കാം. എന്നാൽ അന്ന് he anointed himself. എന്നിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, താൻ യഹോവയുടെ ആലയത്തിൽ വന്നു, ആരാധിച്ചു എന്നതിന് ശേഷം തന്റെ വീട്ടിലേക്ക് വന്നു. അതിനുശേഷം കൽപ്പന പ്രകാരം എന്നാണ് മലയാളത്തിൽ, പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ്, and when he required, they set bread before him and he did eat. When he required, they set bread before him. When he required. ആരും തന്നെ നിർബന്ധിച്ചില്ല. That was his requirement. He arose from the earth. He anointed himself. He required. അവിടെ എല്ലാം ഒരു പരപ്രേരണയില്ലാതെ he came, he worshipped, he did it. എല്ലാം അദ്ദേഹം തനിയെ ചെയ്യുന്ന ഭാഗങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ വ്യസനത്തെ നമ്മൾ നീക്കുക, നമ്മുടെ ദേഹത്തിന്റെ തിന്മയെ നമ്മൾ നീക്കുക. സ്തോത്രം. 13-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 13-ാം സങ്കീർത്തനത്തിന്റെ
1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, ദൈവമേ നീ എന്നെ എത്രത്തോളം മറന്നുകൊണ്ടിരിക്കും, ദൈവമേ നീ എന്നെ എത്രത്തോളം മറന്നുകൊണ്ടിരിക്കും. ഇവിടെ ഈ മനുഷ്യൻ പറയുന്നില്ല ദൈവം എന്നെ മറന്നു, ദൈവം എന്നെ മറന്നു, ദൈവം എന്നെ മറന്നു എന്ന്. പക്ഷെ 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. 13-ാം അധ്യായം 2-ാം വാക്യം, എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ചു, എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഹൗ ലോങ് ഷാൽ ഐ ടേക്ക് കൗൺസിൽ ഇൻ മൈ സോൾ. എന്റെ ഉള്ളിൽ വിചാരം ആരാ പിടിക്കുന്നത്? ഞാൻ തന്നെയാ പിടിക്കുന്നത്. ഞാൻ ദൈവത്തോട് പോയി കൗൺസിൽ ചോദിക്കുന്നില്ല, ഞാൻ വചനമെടുത്ത് കൗൺസിൽ ചോദിക്കുന്നില്ല, ഞാൻ പ്രാർത്ഥന മുറിയിൽ കയറുന്നില്ല. പകരം ഞാൻ ഇരുന്ന് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ സഹോദരങ്ങളെ, എത്രത്തോളം നമ്മുടെ ഉള്ളിൽ നമ്മൾ വിചാരം പിടിച്ചുകൊണ്ടിരിക്കുമോ അത്രത്തോളം ശത്രു നമ്മുടെ മേൽ ഉയർന്നിരിക്കും. ആ 2-ാം വാക്യം കണ്ടോ? എത്രത്തോളം നമ്മൾ നമ്മുടെ ഉള്ളിൽ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുമോ അത്രത്തോളം ശത്രു നമ്മുടെ മേൽ ഉയർന്നിരിക്കും. നമ്മുടെ വിചാരങ്ങളെ നമ്മളൊന്ന് വിട്ടുകളാ. അതുകൊണ്ടാ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്, എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞാൻ ഇറങ്ങുന്നത് എന്ത്? നീ എന്തിനാ ഈ പ്രശ്നമെല്ലാം കൂടെ നിന്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. പ്രശ്നം മാറിയിട്ട് സങ്കടം മാറാൻ ഇരിക്കരുത്. സങ്കടം മാറുമ്പോൾ പ്രശ്നം മാറുമെന്ന് വിശ്വസിക്കുക. ഞാൻ ആവർത്തിക്കട്ടെ, പ്രശ്നം മാറുമ്പം എന്റെ സങ്കടം മാറുമെന്ന് വിശ്വസിക്കരുത്. എന്റെ സങ്കടം ഞാൻ മാറ്റിയാൽ ദൈവം എന്റെ പ്രശ്നവും മാറ്റും. ഞാൻ ഇനി കരയുന്നില്ലെന്നേ, ഞാൻ ഇനി സങ്കടപ്പെടുന്നില്ലെന്നേ, ഞാൻ ഇനി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നേ, ദൈവം കരുതിക്കൊള്ളും. ദൈവം അതിനകത്ത് ചെയ്തുകൊള്ളും. ഈ 81-ാം സങ്കീർത്തനത്തിൽ 81-ാം സങ്കീർത്തനം 6-ാം വാക്യം ഞാൻ പലപ്പോഴും എന്നെ തന്നെ പരിഹസിക്കുന്ന ഒരു വാക്യമാണ്. എന്നെ തന്നെ പരിഹസിക്കുന്ന വചനത്തെ അല്ല, എന്നെ പരിഹസിക്കും. 81-ാം സങ്കീർത്തനം 6-ാം വാക്യം കർത്താവ് പറയുക, ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, അവന്റെ കൈകൾ കൊട്ട വിട്ടു ഒഴിഞ്ഞു. ഞാൻ പലപ്പോഴും എന്നെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ദൈവം എത്രയോ പ്രാവശ്യം എന്റെ ബേർഡനുകളെ റിമൂവ് ചെയ്തിട്ടും എന്റെ കൈ എന്തോ ചെയ്തില്ലെന്നറിയാമോ? എന്റെ കൈ കൊട്ട വിട്ടില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഷോൾഡറിൽ ഇരിക്കുന്ന ബേർഡനെ കാട്ടിലും കൈകളിൽ ഇരിക്കുന്ന പോട്ടുകളാണ് വരുന്നത്. ദൈവം നീക്കേണ്ടത് പലതും നമ്മളിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് കൊട്ട വിടാൻ മനസ്സില്ല. കല്യാണം നടക്കുന്നതിന് മുമ്പ് കുഞ്ഞുനാളിൽ കർത്താവെ എനിക്ക് കല്യാണം നടക്കണം, കല്യാണം നടക്കണം, കല്യാണം നടക്കണം. കല്യാണം നടന്നു കഴിഞ്ഞപ്പം കർത്താവെ അമ്മാവി അമ്മയ്ക്ക് എന്നെ പിടിക്കുമോന്നറിയത്തില്ല, അമ്മാവി അമ്മയ്ക്ക് പിടിച്ചു കഴിഞ്ഞപ്പം കർത്താവെ എനിക്ക് മക്കൾ വേണം. മക്കൾ വന്നു കഴിയുമ്പോൾ കർത്താവെ മക്കൾക്ക് പനി പിടിക്കല്ലേ, അസുഖം പിടിക്കല്ലേ, വയറിളക്കം പിടിക്കല്ലേ. അത് കഴിയുമ്പോൾ കർത്താവെ ഇവര് പഠിക്കുന്നില്ല. പഠിത്തം കഴിഞ്ഞപ്പോൾ കർത്താവെ ഇവർക്കും കല്യാണം നടക്കുന്നില്ല. പിന്നെയും കല്യാണം നടന്നു കഴിയുമ്പോൾ കർത്താവെ ഇനി മരുമക്കൾ എന്നെ എന്തോ ചെയ്യും. ദൈവം ഇപ്പൊ എത്ര ബേർഡൻ നമ്മുടെ ഷോൾഡറിൽ നിന്ന് എടുത്തു മാറ്റി. പക്ഷെ നമ്മുടെ കൈകൾ ഇതുവരെ കൊട്ട വിട്ടിട്ടുണ്ടോ? ദൈവം ഡെയിലി നമ്മുടെ കൈകൾ ഇങ്ങനെ കൊട്ടയെ മുറുക്കി പിടിച്ചിരിക്കുക. ഞാനല്ലാതെ ആര് ഈ കാര്യങ്ങൾക്കൊക്കെ ഉത്തരവാദിത്വം എടുക്കും? ഞാനല്ലാതെ ആർക്ക് ഈ വീട്ടിലൊരു ഉത്തരവാദിത്വം ഇല്ല. വീട്ടിൽ ആർക്കും ഇല്ലാത്ത ഉത്തരവാദിത്വം നിങ്ങൾ മാത്രം എന്തിനാ പിടിച്ചുകൊണ്ടിരിക്കുന്നേ? ഇതെല്ലാം ഇവിടെ ഇങ്ങനെ കിടക്കുക. ഞാനല്ലാതെ ആരും ഈ വീട്ടിൽ നോക്കാനില്ല. ആ വീട്ടിൽ വേറെ ആരും നോക്കാത്തതിന് നിങ്ങൾ മാത്രം എന്തിനാ നോക്കുന്നേ? നിങ്ങളുടെ കൈകൾ കുറച്ച് കൊട്ടകളെ അങ്ങ് വിട്ടുകളാ. നിങ്ങളുടെ കൈകൾ കൊട്ടകളെ വിട്ടുകളാ. നിങ്ങളുടെ കൈകൾ കൊട്ടകളെ വിട്ടിട്ട് നിങ്ങളുടെ കൈകൾ വീണയെടുത്ത് കിന്നരമെടുത്ത് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങട്ടെ. എന്റെ സഹോദരങ്ങളെ, ഞാൻ ആശ്ചര്യപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. നമ്മളെല്ലാരും മിരിയാമിനെ 1000 കുറ്റം പറയും കേട്ടോ. പക്ഷെ മിരിയാം ചെങ്കടൽ കടന്ന ഉടനെ അവള് തപ്പെടുത്ത് നൃത്തം ചെയ്ത് പാട്ടുപാടിയെന്ന്. ഈ മിരിയാമിന് മിസ്രൈമിൽ ഡാൻസ് ടീമിലായിരുന്നോ ജോലി? മിരിയാമിന് ഈജിപ്തിൽ മിസ്രൈമിൽ
ഗാനമേള ട്രൂപ്പിലായിരുന്നോ പരിപാടി? അതോ വർഷിപ്പ് ടീമിലുണ്ടായിരുന്നോ? അതോ കൊയറിലുണ്ടായിരുന്നോ? എവിടെയായിരുന്നു? അവൾ ഇഷ്ടികക്കളങ്ങളിൽ മണ്ണ് കുഴച്ച് വൈക്കോലും കൊണ്ട് അവൾ ഇഷ്ടികക്കളങ്ങളിലായിരുന്നു. പക്ഷെ അവൾ ആ ഇഷ്ടികക്കളങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ അവളുടെ കയ്യെ തപ്പെടുക്കാൻ ശീലിപ്പിച്ചു. സ്തോത്രം. ദാവീദിന്റെ അപ്പൻ ദാവീദിന്റെ കയ്യിൽ ഒരു ഇടയവടി കൊടുത്തിട്ട് പറഞ്ഞു, ഈ വടിയും കൊണ്ട് നീ മരുഭൂമിയിൽ പോയി അവിടെയുള്ള ആടുകളെ മേയ്ക്കണമെന്ന്. ദാവീദ് വടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കിന്നരം എടുത്തിട്ട് പറഞ്ഞു, എന്റെ കൈ ആടിന്റെ വടി പിടിക്കേണ്ടിയതല്ല, എന്റെ കൈ കിന്നരം പിടിക്കേണ്ടിയതാണ്. അത് കണ്ടിട്ട് ദൈവം ഒരു ചെങ്കോല് ദാവീദിന്റെ കൊടുത്തിട്ട് പറഞ്ഞു, ദാവീദേ, നീ വടിയും പിടിക്കണ്ട കിന്നരവും പിടിക്കണ്ട, ദാണ്ട് ഞാൻ നിന്റെ കയ്യിൽ ഒരു ചെങ്കോല് തന്നിരിക്കുന്നു. അപ്പന്റെ വടി പിടിച്ചോണ്ട് നടന്നെങ്കിൽ അന്ത്യം വരെ അപ്പന്റെ വടിയും പിടിച്ചോണ്ട് നടന്നേനെ. കർത്താവേ, എനിക്ക് ഈ വടി മാത്രമേ ഉള്ളൂ, എനിക്ക് ആളുകളെ മാത്രമേ ഉള്ളൂ, ചേട്ടന്മാരെ എല്ലാം വീട്ടിലെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് എന്നെ മാത്രം മരുഭൂമി പറഞ്ഞു വിട്ടേ, എന്നെ മാത്രം ഈ ദൂരത്ത് കൊണ്ടുവിട്ടേ, എനിക്ക് വയ്യായേ കർത്താവേ. നോ. ആ പ്രതികൂലത്തിന്റെ മരുഭൂമിയിലും താൻ കിന്നരം എടുക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഈ ആരാധനയ്ക്ക് ഇരുന്ന് ഒരു തീരുമാനമെടുക്കുക. ഞാൻ ഇനി കൊട്ടയ്ക്ക് കൈ നീട്ടത്തില്ല, ഞാൻ ഇനി ചാക്കിന് കൈ നീട്ടത്തില്ല, ഞാൻ ഇനി ഭാരങ്ങളെ തൊടത്തില്ല. എന്റെ കരങ്ങൾ ദൈവത്തെ ആരാധിക്കാനുള്ളതാ, എന്റെ ഹൃദയം ദൈവത്തെ സ്തുതിക്കാനുള്ളതാ. പിശാച് കുറെ ഭാരം അവിടെ കൊണ്ടുവച്ചാൽ അത് അവൻ ചുമ്മിക്കൊണ്ട് നടക്കട്ടെ. നാട്ടുകാർ കുറെ അപവാദം പറഞ്ഞ അത് അവര് ചുമ്മിക്കൊണ്ട് നടക്കട്ടെ. വീട്ടുകാർ കുറെ വിമർശനം പറഞ്ഞ അത് അവര് ചുമ്മിക്കൊണ്ട് നടക്കട്ടെ. എന്റെ കൈകൾ നാട്ടുകാരുടെ അപമാനത്തിനും വീട്ടുകാരുടെ വിമർശനത്തിനോ കൂട്ടുകാരുടെ നിന്ദയ്ക്കും അത് ചുമക്കാൻ ഇനി എന്റെ കൈ നീട്ടത്തില്ല. ഈ എന്റെ കൈകൾ വിശുദ്ധ കരങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി അത് ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കും. നമ്മുടെ തോളിൽ നിന്ന് ദൈവം ചുമട് നീക്കി എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പക്ഷെ അതിനെക്കാട്ടിലും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ കൈകൾ കുട്ടകളെ വിട്ടുകളവാൻ. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ വിടുതലുകൾ പലപ്പോഴും നമ്മുടെ കരങ്ങളിലാണ്. യോശുവയുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം നമുക്ക് ഒത്തിരി സുപരിചിതമായ വേദഭാഗമാണ്. യോശുവ ഹായ് പട്ടണത്തിൽ തോറ്റു. എരിഹോ എന്ന വലിയ പട്ടണത്തെ ജയിച്ച മനുഷ്യൻ ഹായ് എന്ന കൊച്ചു പട്ടണത്തിൽ തോറ്റു. യോശുവ വസ്ത്രം കീറിയ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു. അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിപ്പാൻ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ജനത്തെ യോർദാനിക്കരെ കൊണ്ടുവന്നതെന്ത്? ഞങ്ങൾ യോർദാനക്കരെ പാർത്താൽ മതിയെങ്കിൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് യഹോവേ, ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്തു പറയുന്നു? ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോ 10-ാം വാക്യത്തിൽ യോശുവ 7:10 യഹോവ യോശുവയോട് അരുളി ചെയ്തത്, യോശുവ, നീ ഒന്ന് എഴുന്നേറ്റേ, നീ ഇങ്ങനെ കമന്നടിച്ച് വീണ് കിടക്കുന്ന എന്തിനാ? അങ്ങനെയാ ചോദിക്കുന്നത്. സാഷ്ടാംഗം എന്നുള്ളത് ഞാൻ സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞതാണ്. യോശുവ, നീ എന്തിനാ ഇങ്ങനെ കമന്നടിച്ച് നിലത്ത് വീണ് കിടക്കുന്നത്? നീ ചെയ്യേണ്ടത് 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, 13-ാം വാക്യത്തിലേക്ക്, നീ ഇവിടെ കമന്ന് കിടക്കേണ്ടിയവനല്ല, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് സംസാരിക്കുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നിങ്ങളുടെ നടുവിൽ കിടക്കുന്ന ശാപത്തെ നീക്കിക്കള, ഞാൻ നിന്നെ ശത്രുവിന്റെ മുമ്പാകെ നിർത്താം. നീ നിന്റെ അകത്തു കിടക്കുന്ന ശാപത്തെ നീക്കിക്കളയുമ്പോൾ, നിന്റെ അകത്തു കിടക്കുന്ന പ്രശ്നത്തെ നീക്കിക്കളയുമ്പോൾ, നാളെ നിന്റെ ശത്രു നിന്റെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോകും. സ്തോത്രം. ജീവിതത്തിൽ നമ്മൾ വിശുദ്ധീകരണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയാൽ, നമ്മൾ ദൈവ പദ്ധതിക്ക് വേണ്ടി കൈകൊടുക്കാൻ നിന്നാൽ, നമ്മുടെ സാധ്യതകളെ ദൈവം തുറന്നു തരുന്നത് കാണുവാൻ കഴിയും. നമ്മുടെ ഹൃദയത്തിലെ വ്യസനത്തെ നമ്മൾ അകറ്റും. യേശുവ, നീ വീണ് കിടക്കേണ്ടവനല്ല, നീ എഴുന്നേറ്റ് ശുദ്ധീകരിക്കേണ്ടവനാ. നീ എഴുന്നേറ്റ് ശാപങ്ങളെ നടുവിൽ നിന്ന് അകറ്റിക്കളയണം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 34-ാം വാക്യം. പത്രോസ് അവനോട്, ഐനയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു.
പഴയ നിയമത്തിൽ എന്താ പറയുന്നറിയോ? ദൈവമേ, നീ രോഗശൈലിയിൽ എന്നെ താങ്ങും, ദീനത്തിൽ നീ എന്റെ കിടക്ക എല്ലാം മാറ്റിവരിക്കും. അയനയാസ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക, കർത്താവേ രോഗശൈലിയിൽ നീ എന്നെ താങ്ങുമല്ലോ, ദീനത്തിൽ നീ എന്റെ കിടക്ക എല്ലാം മാറ്റിവിരിക്കുമല്ലോ കർത്താവേ. പത്രോസ് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അയനയാസെ സിസ്റ്റം മാറി, നീ തനിയെ എഴുന്നേറ്റ് നീ താനായി നിന്റെ കിടക്ക വിരിച്ചുകൊള്ളുക. യേശു പക്ഷപാത രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നീ വീട്ടിൽ പോകും. ഇന്ന് രാത്രി ഇന്ന് ഈ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന എന്റെ ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഹൃദയത്തിലെ വ്യസനങ്ങളെ നമ്മൾ പുഷ് ചെയ്ത് കളയാം. ശരീരത്തിലെ തിന്മകളെ നമ്മൾ പുഷ് ചെയ്ത് കളയാം. ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അഭിഷേകം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം, നമ്മുടെ പ്രതികൂലങ്ങളുടെ മുമ്പാകെ നാം ശക്തരായി എഴുന്നേറ്റ് ശത്രുവിനെ നീക്കിക്കളയാനാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനാ രീതികൾ തന്നെ മാറട്ടെ. സങ്കടവും ഭാരവും പ്രയാസവും പറഞ്ഞ് ദൈവസന്നിധിയിൽ ആകുലപ്പെടുന്നതിനെക്കാട്ടിലുപരി ഇതാ സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ ദൈവത്തിന്റെ കാൽക്കീഴല്ല നിങ്ങളുടെ കാൽക്കീഴും മെതിച്ചു കളയും. ആമേൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ദൈവം നിങ്ങൾക്ക് വേണ്ടി ചവിട്ടുമെന്നല്ല പറഞ്ഞത്, ചവിട്ടുവാനുള്ള അധികാരം നിങ്ങളുടെ മേൽ നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമാകയില്ല. യേശു കർത്താവ് പുതിയ നിയമത്തിൽ വിഭാവനം ചെയ്യുന്ന അനുഭവം എന്ന് പറയുന്നത് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതല്ല. അതിലുപരിയായി കർത്താവിന്റെ ശക്തി ഉപയോഗിച്ച് കർത്താവ് ചെയ്തതുപോലെ ഒരു വ്യക്തമായി കർത്താവ് പറഞ്ഞതുപോലെ പറഞ്ഞാൽ കർത്താവ് ചെയ്തതിനെക്കാട്ടിലും ഒരു പടി കൂടെ ഉയരത്തിൽ 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 ചെയ്യുവാൻ കഴിയുന്നതാണ് ദൈവപ്രവർത്തി. ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. അടങ്ങി വാക്യത്തിലേക്ക് വരട്ടെ. നിന്റെ ഹൃദയത്തിലെ വ്യസനത്തെ നീ അകറ്റ്. റിമൂവ് ദ സോറോ ഫ്രം യുവർ ഹാർട്ട്. അത് ദൈവം മാറ്റാൻ വേണ്ടി കാത്തിരിക്കരുത്. അതിനൊരു മനുഷ്യൻ വരാൻ വേണ്ടി കാത്തിരിക്കരുത്. അത് നാം തന്നെ അതിനകത്ത് പ്രവർത്തിച്ചു തുടങ്ങട്ടെ. എന്റെ വിടുതൽ എന്റെ കയ്യിലാണ്. എന്റെ വിടുതൽ എന്റെ വിശ്വാസത്തിനകത്താണ്. എന്റെ വിടുതൽ എന്റെ സ്തോത്രത്തിനകത്താണ്. എന്റെ വിടുതൽ എന്റെ ആരാധനയ്ക്കകത്താണ്. എന്റെ വിടുതൽ എന്റെ കണ്ണുനീരിനകത്താണ്. എന്റെ വിടുതൽ എന്റെ ഉപവാസത്തിനകത്താണ്. എന്റെ വിടുതൽ എന്റെ അഭിഷേകത്തിനകത്താണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന തന്റെ ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ പോസിബിലിറ്റിയുടെ എക്സ്റ്റന്റ് നമ്മുടെ അഭിഷേകത്തിന്റെ ലെവലാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന തന്റെ ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്ന ദൈവം. ഇന്ന് എത്ര പേർ പറയുന്നു, എന്റെ അഭിഷേകത്തിന്റെ ലെവലാണ് എന്റെ ഭാവിയെ നിർണയിക്കുന്നത്, എന്റെ പ്രാർത്ഥനയുടെ ലെവലാണ് എന്റെ ഭാവിയെ നിർണയിക്കുന്നത്. എന്റെ വീട്ടിൽ ഒരു സങ്കടം നിൽക്കാൻ ഞാൻ ഇനി അനുവദിക്കത്തില്ല. എന്റെ ശരീരത്തിൽ ഒരു രോഗം നിൽക്കാൻ ഞാൻ ഇനി അനുവദിക്കത്തില്ല. I shall remove the sorrows and the evilness from my life. Amen. ശത്രുവിനെ ദൈവം നിന്റെ പാദപീഠമാക്കും. അതുകൊണ്ടാ പറഞ്ഞത്, ആമേൻ, ശത്രു എവിടെയെങ്കിലും ഓടി ഒളിക്കുവോളം നീ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കാനല്ല പറഞ്ഞത്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തു ഭാഗത്തിരിക്കാം. ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഒരുത്തൻ ഇരിക്കുമ്പോൾ അവന്റെ ശത്രുവിനെ ദൈവം അവന്റെ പാദപീഠത്താക്കും. ഇന്ന് പകൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഏത് രോഗശക്തിയാകട്ടെ, ഏത് അന്ധകാര ശക്തിയാകട്ടെ, ഏത് അപമാന പോരാകട്ടെ, അബല പ്രവചനം പാടിമ കട്ടോലമ ചേര പ്രവശി വല്ലക്കസി മാരത്തൂന ജേഗന്തമ പ്രവാദിയ. ഇന്ന് പകൽ ഈ ആരാധനയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ഒരു അധികാരത്തെ കൈമാറുക, ദൈവശക്തിയെ, അഭിഷേകത്തെ കൈമാറുക, ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ കൈമാറുക. നിങ്ങളുടെ കരങ്ങൾ കൊണ്ട്, നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകം കൊണ്ട്, നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട് നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം, നിങ്ങൾക്കെതിരായ, നിങ്ങളുടെ തലമുറകൾക്കെതിരായ കെട്ട് ബന്ധനം അഴിക്കുന്നത് മറ്റൊരുവനല്ല, നിങ്ങൾ തന്നെ അതിനെ നീക്കിക്കളയും. ഓ റബക്കൽ പ്രവാനി ഒരു പൂച്ചക്കുഞ്ഞിനെ ചെവിക്ക് പിടിച്ച് വലിച്ചെറിയുന്ന ലാഘവത്തോടുകൂടെ അന്ധകാര മണ്ഡലങ്ങളെ, പൈശാചിക ശക്തികളെ നിങ്ങൾ നുള്ളി എറിയുന്ന കാലം, ഒരു കമ്മ്യൂണിസ്റ്റ് ചെടി പിഴുതെറിയുന്ന ലാഘവത്തോടുകൂടെ പൈശാചിക പോർമണ്ഡലങ്ങളുടെ അടിവേരുകളെ എറിഞ്ഞു കളയുവാൻ സ്വർഗം നമ്മളെ പ്രാപ്തരാക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മാസത്തിന്റെ പ്രാരംഭ ദിവസത്തിലും ദൈവസഭയോടും അഭിഷിക്തനോടും ചേർന്നായിരിക്കാൻ സ്വർഗം എനിക്ക് കൃപയ്ക്ക് നന്ദി. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.